ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ 2 ദിവസമായില്ലേ, മഴയെല്ലാം കുറച്ച് കുറവുണ്ട്. കൊച്ചിയിലും അതെ. ഇന്നലെ ഒരുവിധം വെയിലൊക്കെ തെളിഞ്ഞു എന്നാണ് പറഞ്ഞ് കേട്ടത്. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. ഇന്നലെ രാത്രിയാണ് റിട്ടേൺ കൊച്ചിയിൽ എത്തുന്നത്. ഓൾമോസ്റ്റ് ഒരു 1 മന്ത് മേലെ ആയെന്ന് തോന്നുന്നു. ഞങ്ങൾ പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ട്രാവലിലായിരുന്നു. ലാസ്റ്റ് 2 വീക്സ് ഞങ്ങൾ അങ്കിൾ ആൻറ്റിയുടെ അടുത്ത് ചെന്നൈയിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ രാത്രിയാണ് കൊച്ചിയിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പം അറിയാമല്ലോ, നമ്മുടെ വീടെല്ലാം ഒരാഴ്ച തന്നെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഫുള്ള് വണ്ണാമ്പലയും പൊടിയെല്ലാം വണ്ണാമ്പല എന്ന് പറഞ്ഞതിന് കുറച്ച് കമൻറ്റ് വരുന്നു. ഏട്ടൻ പോവുമായിരുന്നു. വണ്ണാമ്പല പറഞ്ഞാൽ എന്താ, നമ്മൾ കണ്ണൂരിൽ വണ്ണാമ്പല എന്നാണ് പറയുന്നത്. നിങ്ങൾ ചുക്കിരി വല എന്നൊക്കെ പറയില്ലേ, അതൊക്കെ പിടിച്ച് ഫുള്ള് പൊടി പിടിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ 1 മന്ത് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര ഭയങ്കര ഭീകരതാവസ്ഥയില്ല. ഏട്ടൻ പറയുന്നുണ്ട് ഭയങ്കര പൊടിയുടെ സ്മെല്ലുണ്ട് എന്ന്. ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയില്ല. രാത്രി എത്തിയപ്പോൾ തന്നെ 2 പേരും മടുത്തു. പിന്നെ കിടന്നുറങ്ങണ്ടേ. അപ്പോൾ റൂം ജസ്റ്റ് ബെഡ്ഷീറ്റും പില്ലോ കവറെല്ലാം ചേഞ്ച് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ എണീറ്റ് ജസ്റ്റ് ഫ്രഷപ്പായി. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങണം. 1 മന്ത് പോകുന്നതായതുകൊണ്ട് ഞങ്ങൾ കിച്ചണിൽ ഒരുവിധ സാധനങ്ങളൊക്കെ തീർത്തിട്ടും ബാക്കിയുള്ളതൊക്കെ അടുത്ത വീട്ടിൽ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ബാക്കി വന്നൊക്കെ അടുത്ത വീട്ടിലൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് പോയത്. സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഒക്കെ വാങ്ങണം. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കുക്ക് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും ആക്കിയില്ല. അപ്പോൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതൊരു കുട്ടി വ്ളോഗായിട്ട് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ പറയായിരുന്നു ഇന്ന് വീഡിയോ ചെയ്യേണ്ട, നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന്. കാരണം 2 ഫേസ് ഭയങ്കര ടയേർഡായിട്ടുണ്ട്, എന്നെക്കാളും ഏട്ടൻ. കാരണം ഒറ്റ സ്ട്രെച്ചിൽ ഡ്രൈവ് ചെയ്തതല്ലേ 13 hours ഉണ്ടല്ലോ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക്. അപ്പോൾ എനിക്ക് തന്നെ ഡ്രൈവിങ്ങും അറിയില്ല. അപ്പോൾ ഏട്ടൻ തന്നെ ഓടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടായിട്ട് ഭയങ്കര ടയേർഡായിപ്പോയി. അതാ ഞാൻ വീഡിയോയിൽ വരില്ല എന്നിട്ട് ഏട്ടൻ താഴെ പാർക്കിങ്ങിലേക്ക് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് സാധനമൊക്കെ വാങ്ങി ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. വായോ. അപ്പം നമുക്ക് നേരെ ഫസ്റ്റ് അങ്ങോട്ട് തന്നെ കേട്ടെ. ഫുഡ് കഴിക്കണം, വിശക്കുന്നു. എവിടെ പൈദോശയാണോ? നമ്മളിവിടെ ഒരു പൈദോശ, അത് 699 പൈദോശയാണ്. തുറന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല, നോക്കാം. തുറക്കുമായിരിക്കും, ദോശ കടയാണ്ട് രാവിലെ തുറക്കും. അവിടെ പോയിട്ട് അവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടം. അവിടെ ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന ഞങ്ങൾ അങ്കിൾ ആൻറ്റി ചെന്നൈയിൽ നിന്ന് വന്നപ്പോഴാണ് പോയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ പോയിട്ട് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ സാധനമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ ഹെയർ കട്ട് ചെയ്യണം. ചെന്നൈയിൽ നിന്ന് തൊട്ടുണ്ട് പറയുന്നത്, അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കാറ് വാഷിന് വിടണം. പക്ഷെ അത് ചിലപ്പോൾ ഇപ്പം ചെയ്യുള്ളൂ. അപ്പം അതെല്ലാം നിന്നാൽ ഭയങ്കര ടൈം ഇതായിപ്പോ. കാറ് വിടണമെങ്കിൽ ആദ്യം ലഗേജ് എല്ലാം എടുക്കണം. ഒന്നും എടുത്തിട്ടില്ല. ഇന്നലെ ഞങ്ങളൊരു 10:30 ആയി വന്നപ്പം. പിന്നെ നേരെ അതൊന്നും എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ പോയി കിടന്നു. അപ്പം എല്ലാം ഡിക്കിയിലുണ്ട്, ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം കാർ വാഷിന് വിടാനും പറ്റൂലല്ലോ. ഉച്ചകഴിഞ്ഞിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ എന്താ നിങ്ങളുടെ എല്ലാം നാട്ടിലെ മഴ അവസ്ഥ? ഇവിടെ ഇന്നലെ ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ, ചെന്നൈയിലുള്ളപ്പോൾ ഇങ്ങനെ എല്ലാവരും വിളിച്ചു പറയായിരുന്നു നിങ്ങൾ അവിടെ തന്നെ നിന്നോ, കാരണം അവിടെ ഇതുവരെ മഴ സ്റ്റാർട്ട് ആയിട്ടില്ല. അവിടെ ഓഗസ്റ്റ് ഒക്കെ ആവും. ഇവിടെ ഇത്രയും വെള്ളം കയറി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ മുമ്പിലത്തെ അവസ്ഥ. അങ്ങനെ ഭീകരമൊന്നും അല്ല, ഇങ്ങനെ ഇതൊക്കെ കണ്ടാണ് ആക്ച്വലി. അത് ഫുള്ള് ഇങ്ങനെ വെള്ളമായി ഭയങ്കര മൂടൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു രാവിലെ ഭയങ്കര വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് തെളിവുണ്ടാവും. അപ്പൊ പക്ഷെ നമ്മള് അവിടുന്ന് കേട്ട പോലുള്ള ഒരു അവസ്ഥയൊന്നും ഇവിടെ വന്നപ്പോ കാണാനില്ല. പക്ഷെ അത് നമ്മള് കാക്കനാട് ഏരിയയിൽ മാത്രമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ എന്തായാലും ഇന്നലെ ചെന്നൈന്ന് ഇവിടെ വരുന്നിടം വരെ നമുക്ക് മഴ കിട്ടിയിട്ടേ ഇല്ല. ഞങ്ങൾ ഇവിടുന്ന് വിട്ടപ്പോ ഒക്കെ ഇവിടുന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു സേഫ് ആയിട്ട് അവിടെ ഇരുന്നോ, അവിടെ മഴയൊന്നും ഇല്ലല്ലോ, ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഹെവി റെയിൻ അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ വിചാരിച്ചു, അങ്കിളും ആന്റിയും പറഞ്ഞു പോണ്ട, ഇവിടെ ഒരു 1 വീക്ക് നോക്കിയിട്ട് പോവാന്നൊക്കെ. പക്ഷെ എന്തായാലും മൺഡേ ഏട്ടനെ ഓഫീസിൽ പോകണം, എനിക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഭീകരാവസ്ഥയൊന്നും ഇല്ല. അറിയില്ല ഇനി മുന്നോട്ട് എങ്ങനെയാന്ന്. ഇന്നലെ ഒരു വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ പിന്നെ പെട്ടെന്ന് വെള്ളം കയറുകയും ചെയ്യും, പെട്ടെന്ന് താഴുകയും ചെയ്യുമല്ലോ. അപ്പം ഇന്നലെ വെയിലുണ്ടായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ട് താഴ്ന്നതാണോ. ഇനിയിപ്പോൾ ആദ്യം ഭയങ്കര ഡാർക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. നേരെ
എത്തിപ്പോയി ദോശ. ഫ്ലാറ്റിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇത് ഈ ചെക്കൻ നിൽക്കുന്ന ബൈക്ക് അവൻ പോവാതെ എടുക്കാൻ. ഇതിനെന്താ ഇങ്ങനെ വണ്ടിയൊന്നും ഞാൻ ഇതിവിടെ വലിയ മിററാ, ഫുള്ള് കാലിയാട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കുണ്ടാവും സൺഡേ ഉണ്ട്. ഏട്ടൻ ഇരുന്നോ, ഞാൻ എന്നിട്ട് പോയിക്കോളാം. പുറത്തും സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് AC വേറെ സെക്ഷൻ. ഞാൻ പൊടി ഗീ റോസ്റ്റായിട്ട് വാങ്ങിയത്. ഏട്ടൻ എന്താ ബട്ടർ എഗ് റോസ്റ്റ്. ഒരുപാട് വെറൈറ്റി ദോശകളുണ്ട് കേട്ടോ ഇവിടെ. ഈ മെനു കാർഡിൽ ഫുള്ള് ദോശയുടെ വെറൈറ്റീസാണ്. എന്താ ഓംലേറ്റ് വെച്ചിട്ടുള്ളത്, അതുപോലെ മസാല വെച്ചിട്ടുള്ളത്, റവേര കുറേ വെറൈറ്റീസ്, അതുപോലെ തന്നെ എന്തൊക്കെയോ ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്, ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനി നേരെ അങ്ങോട്ട് എനിക്കൊന്ന് ഹെയർ കട്ട് ചെയ്യണം. പിന്നെ വീട്ടില് ഒരു സാധനമില്ല, ബാക്കി എല്ലാം വാങ്ങണം. അപ്പോൾ ഇനി ആദ്യം ഹെയർ കട്ടാണോ സാധനം വാങ്ങാനാണ്? നമുക്ക് അങ്ങനൊരു സ്പെസിഫിക് സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം ആണെങ്കിൽ ഫാമിംഗ്ടൺ എന്ന് പറ്റുന്നുണ്ട്, അവിടെ എല്ലാം ഫ്രഷ് അവിടെ പോകും. സാധനങ്ങൾ വാങ്ങാനാണെങ്കിൽ ചിലപ്പോൾ വിമാർട്ട് പോകും, ചിലപ്പോൾ അങ്ങാടിയിൽ പോകും. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. അപ്പം ഇപ്പം നേരെ ഫസ്റ്റ് ഹെയർ കട്ട് ലാസ്റ്റ് ഹെയർ കട്ട് ചെയ്യട്ടോ, അല്ലെ മുടിയെല്ലാം മേത്തുണ്ടാവും. എന്നിട്ട് അങ്ങനെ ഫ്ലാറ്റിലേക്ക് പോവാം. വിമാട്ട് പോവാ അല്ലേ? വിമാട്ട് തിരക്കായിരിക്കോ? ഇതില് പോന്നോ? ആദ്യം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ എല്ലാരോടും പറയാനുണ്ട്. എൻ്റെ റിക്വസ്റ്റ് ആണ്. ഞങ്ങളിപ്പോ ഈ കഥ ഞാൻ കുറേ പറഞ്ഞത്, ഇനി ഇത് നീ മിണ്ടരുതെന്നായിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല, മൈക്ക്, അതേപോലെ തന്നെ മിനിമം നമുക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. മൈക്ക്, അതേപോലെ തന്നെ ഈ ട്രൈപോഡ്, അതൊന്നും ആക്ച്വലി ഇപ്പം ഞങ്ങൾക്കില്ല, ഞങ്ങൾ വാങ്ങിയിട്ടില്ല. അതിൻ്റെതായ കുറച്ച് ഇഷ്യൂസ് നിങ്ങൾക്ക് വീഡിയോയിൽ ഫീൽ ചെയ്യും. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. കാരണം ക്രൗഡിൽ പോകുമ്പോൾ ഈ മൈക്ക് ഇല്ലാത്തത് ഭയങ്കര ഒരു പ്രോബ്ലം ആണ്. ഐ നോ ദാറ്റ്. ഞങ്ങളത് മെല്ലെ മെല്ലെ എല്ലാം വാങ്ങും. അപ്പോൾ അതുവരെ നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് പറയുക അല്ലേ നോട്ടെ. അപ്പോൾ നമുക്ക് നേരെ വിമാർട്ടിലേക്ക് പോയിട്ട് സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ വിമാർട്ടിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി. ഇനി നേരെ ഫാമിംഗ്ടണിലേക്ക് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങണം. ഇവിടെ ഉണ്ടോയെന്ന് വെച്ചാൽ ആക്ച്വലി ഇവിടെ ഉണ്ട്, പക്ഷേ വെറൈറ്റീസ് അങ്ങനെയില്ല. ഫാമിംഗ്ടൺ അതിന് വേണ്ടി മാത്രമുള്ളതാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് ഏട്ടൻ പോയിട്ട് ഹെയർ കട്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാനും അവിടെ പോയിട്ട് കട്ട് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കുറേ ടൈം പോകൂലേ. അപ്പോൾ ഏട്ടൻ്റെ പണി ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചല്ലോ ഏട്ടാ. അപ്പോൾ ഏട്ടൻ ഹെയർ കട്ട് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഏട്ടൻ ഹെയർ കട്ട് ചെയ്തു. ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ചു. സാധനങ്ങളെല്ലാം ഒന്നും പറയാൻ പറ്റില്ല, എനിക്ക് ലിസ്റ്റ് ആക്കണം. എന്തൊക്കെയുണ്ട്. ഇതിപ്പോൾ ഒരു മാസമായില്ലേ വീട്ടിൽ നിന്ന് പോയിട്ട്. എന്തൊക്കെയാണ് തീർന്നത്, എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഓർമ്മയില്ല. പെട്ടെന്ന് അങ്ങ് ഇറങ്ങി, അതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് എന്തൊക്കെയോ ഓർമ്മ കിട്ടിയത് വാങ്ങി, ബാക്കിയെല്ലാം ഇൻസ്റ്റാമാർട്ടിലോ സെപ്റ്റോയിലോ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ
ഇനി എന്താ ഇതിനോട്ട് പരിപാടി? കാർ വാഷിന് കൊടുക്കണം. അതിന് മുമ്പേ കാറിന് ലഗേജും കാര്യങ്ങളൊക്കെ മേലെ കൊണ്ടുപോയി വെക്കണം. ഫ്ലാറ്റൊക്കെ ക്ലീൻ ചെയ്യണം. എന്തൊക്കെയോ പരിപാടി. രണ്ടാളിന്ന് ഭയങ്കര ടയേർഡാ. അതുകൊണ്ട് അത് വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്തിങ്ങനെ ചത്ത് പോലെ സംസാരിക്കുന്നതിന്. രണ്ടാളും മടുത്ത് ശരിക്കും. അപ്പം ബാക്കി പരിപാടികളെല്ലാം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ ഇതിനോട്ടാ? അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും പറയുക. അതിനനുസരിച്ച് ഞങ്ങൾ ബെറ്റർ ആക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും